സംവിധായകനും ചോദിച്ചിട്ടില്ല, പ്രൊഡ്യൂസറും ചോദിച്ചിട്ടില്ല, ഈ കൺട്രോളറായി ഞാനും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ശരിയാവും? അത് ചില സ്ഥലങ്ങളിൽ മാത്രം അത് മനുഷ്യത്വമില്ലാത്ത ഒരു മേഖലയായിട്ട് മാറുന്നുണ്ട്. പച്ചവെള്ളം പോലും കിട്ടാറില്ലെന്ന് പരാതിയല്ല, പക്ഷേ അതങ്ങനെ ഒരു നഗ്ന സത്യം തന്നെയാണ്. കാരണം അവരുടെ കൈ മുറിഞ്ഞാലും ചോര, ഇവരുടെ കൈ മുറിഞ്ഞാലും ചോര. ഈ ചോരയുടെ കളർ എന്താ? ചുവന്ന കളർ അല്ലേ? അങ്ങനെയുള്ളതുണ്ട് എങ്കിൽ അവരെ വാർത്ത ചെയ്യുക മാത്രമല്ല, അവരെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക. ഞാനൊരു സ്ത്രീയാണ്. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ടും അവരാര് വിളിച്ചാലും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്ത്രീപക്ഷ സിനിമയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പറഞ്ഞു വന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നടന്മാരെല്ലാവരും ഓരോരുത്തരും ഓരോ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് പ്രൊഡക്ഷൻ കമ്പനികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. എനിക്കിപ്പോൾ ഒരു കഴിവുണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു നടിയാവൂല. ഞാനൊരു കൊച്ചു വേഷം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തൊരു അംഗീകാരം കിട്ടിയാൽ മാത്രമാണ് ജനങ്ങൾ ഏറ്റെടുക്കണം. ജനങ്ങളുടെ നെഞ്ചിലേക്ക് അത് കയറണം. ഒരു മാസ്മരിക ലോകമാണ്. മാസ്മരിക ലോകമാണോ വലിയൊരു ചെളിക്കുണ്ടാണോ? അത് രണ്ടും കൂടെ കൂട്ടി വായിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം നമസ്കാരം, ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തയായ ഒരു വനിതയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വനിതാ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ, നമസ്കാരം. നമസ്കാരം. മലയാള സിനിമയിലെ ലേഡി പ്രൊഡക്ഷൻ കൺട്രോളർ എന്നുള്ള ടൈറ്റിൽ വന്നു കഴിഞ്ഞു. അതെ. മലയാള സിനിമയിൽ സംവിധായികയായിട്ട് അരങ്ങേറ്റം കുറിക്കാനും പോകുന്നു. തീർച്ചയായിട്ടും. പേര് പറഞ്ഞ് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷാൻസി സലാം എന്നാണ്. സ്വദേശം എറണാകുളം ജില്ലയിലെ തമ്മനത്താണ്. എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്? ഞാൻ എൻ്റെ പത്താം തരത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഗുരുശിഷ്യൻ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. ശശിശങ്കർ സാറിൻ്റെ അഭിനേതാവായിട്ട് വന്നത്. കളരിയിൽ നമ്മൾ ആ താറ പറ എന്ന് എഴുതി വരുന്നത് പോലെ ആ ഇ എന്ന് എഴുതി പഠിച്ചിട്ടാണ് സിനിമ ഇൻഡസ്ട്രിയുടെ ഈ തലപ്പത്തിലെത്തിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലുമുള്ള സിനിമയെക്കുറിച്ചുള്ള അറിവുകളും കൊച്ചറിവുകൾ ഇപ്പോഴും സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തികഞ്ഞ അറിവുള്ള ഒരാളല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു പഠന കളരിയാണ്. എത്ര വർഷമായി സിനിമയിൽ? ഇപ്പം ഞാൻ 39 വർഷമായി. 39 വർഷമായിട്ട് സിനിമയിൽ വന്നു. സിനിമയിലുണ്ട്, സജീവമായിട്ട് തന്നെ സിനിമയിലുണ്ട്. എന്തൊക്കെ സിനിമയുടെ ഏതൊക്കെ മേഖലയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമകളൊക്കെ സിനിമ ഫസ്റ്റ് പടം ഗുരുശിഷ്യനാണ്, ശശിശങ്കർ സാറിൻ്റെ. മന്ത്രിമാളികയിൽ മനസ്സമ്മതം, കൽപ്പന ചേച്ചിയുടെയും ജഗതി ചേട്ടൻ്റെയും കൂടെ. കൽപ്പന ചേച്ചി ഇന്ന് നമ്മളോട് ഇല്ല, വിട പറഞ്ഞിരിക്കുകയാണ്. ജഗതി ചേട്ടനാണെങ്കിൽ ഇപ്പോൾ അവരവസ്ഥയിൽ നിന്ന് റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവരോടൊപ്പം അഭിനയിച്ചു. പിന്നെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മായാജാലം, CBK തോമസ്, ഉദയൻ ചേട്ടൻ്റെ കൂടെ ഞാൻ അവർ സ്ക്രിപ്റ്റ് എഴുതിയ ആ ഒരു പടത്തിൽ അഭിനയിച്ചു. പിന്നെ ഞാൻ ഒരു തമിഴ് പടത്തിൽ ചെയ്തു, സെന്തിലിൻ്റെ ജോഡിയായിട്ട്. മറവാതേ കൺമണിയെ എന്നാണ് ആ പടത്തിൻ്റെ പേര്. മാധവ് സാറാണ് ആ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മലയാളിയായ മാധവ് സാറിൻ്റെ പടത്തിലാണ്. റവാലിയും വിനീതുമാണ് അതിനകത്ത് നായികന്മാർ. പക്ഷെ അത്തരത്തിലൊരു വിവരം നമ്മുടെ സൗഹൃദ വലയങ്ങളിലൊന്നും ഇല്ല അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പലർക്കും ഇതുവഴിയായിരിക്കും ചിലപ്പോൾ എല്ലാവരും അറിയുന്നത്. പലർക്കും അതേക്കുറിച്ച് അറിയില്ല. കാരണം എത്ര വർഷമായി സിനിമ? അതും ഇപ്പോൾ ഒരു 20-22 വർഷത്തിൽ കൂടുതലായി. 22 വർഷത്തിന് മുൻപാണ്. അതിനുശേഷം സിനിമയിൽ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു വന്നു. ചെറിയ നല്ല വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷങ്ങളിലേക്ക് വന്നില്ല അല്ലേ? വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ട വേഷം എന്ന് വെച്ചാൽ ബോഡിഗാർഡ് സിനിമയിൽ ഞാൻ ഹോസ്റ്റൽ വാർഡനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബോഡിഗാർഡ് സിനിമ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നിറം സിനിമയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു അംഗീകാരം നേടിത്തന്ന സിനിമ. നിറം സിനിമയുടെ ആ ഒരു പോസ്റ്റർ നമ്മുടെ സരിതയിലൊക്കെ ഒട്ടിച്ചപ്പോൾ നിറച്ച് ക്രൗഡുകൾ വന്നിട്ട് നമ്മളെ അവിടെ നിന്ന് കടത്തി വിടാതിരിക്കുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിറം സിനിമയിൽ റസബാബയുടെ കൂടെ ജ്വല്ലറിയിൽ ലിസ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്തത്. അതിനകത്ത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു അംഗീകാരം തന്നെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ എങ്ങനെയായി? പ്രൊഡക്ഷൻ കൺട്രോളർ ആയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന ശരിക്കും ഇപ്പൊ ഡയറക്ഷനിലെ സ്ത്രീകൾ വന്നിട്ടുണ്ട്, സ്ക്രിപ്റ്റിലെ സ്ത്രീകൾ വന്നിട്ടുണ്ട്, പാട്ടെഴുത്തിലൊക്കെ സ്ത്രീകൾ വന്നിട്ടുണ്ട്, എല്ലാ മേഖലയിലുമായി. പക്ഷേ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞൊരു പോസ്റ്റില് പുരുഷന്മാർ തന്നെയാണ്. കാരണം ഇച്ചിരി തടിമിടുക്കും തൻ്റെടോ ഒക്കെ വേണ്ട ഒരു മേഖലയാണ്. ആളുകളെ ഒന്ന് പേടിപ്പിച്ച് നിർത്തേണ്ട ഒരു മേഖലയാണ്. അത്യാവശ്യം പേടിപ്പിക്കണം. കാരണം ഈ പ്രൊഡക്ഷൻ കൺട്രോളറുടെയാണ് സിനിമയുടെ ഒരു തുടക്കം മുതൽ അവസാനം വരെയും ഇത്
മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും കാരണം ഈ സിനിമയുടെ ഒരു പ്രൊജക്ട് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഇതിനകത്ത് ഏതൊക്കെ ആർട്ടിസ്റ്റിനെ വെക്കാം, ഏതൊക്കെ കാസ്റ്റ് ചെയ്യാം, ഡയറക്ടർക്ക് ആരെയൊക്കെ അസോസിയേറ്റ് അസിസ്റ്റൻ്റ് വെക്കാം, ഇതിൻ്റെ മുഴുവൻ ലിസ്റ്റുകളും തയ്യാറാക്കി പ്രൊഡ്യൂസർക്ക് കൊടുക്കുകയും ഈ ടീം സെറ്റ് ചെയ്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഒരു മൂലക്കല്ല്, ആണിക്കല്ലെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എന്ന് പറയുന്ന രീതിയിൽ ഉറക്കമില്ലാത്ത രാവുകൾ എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്, പക്ഷേ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഭാഗമായിരിക്കും. ഇതിനെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തിക്കണം. കാരണം കൃത്യസമയത്ത് ഷൂട്ട് തുടങ്ങണം, അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം, ആർട്ടിൻ്റെ ആളുകൾ വരുമ്പോൾ അവരെ നോക്കണം, ക്യാമറ ടീം എത്തിയോ നോക്കണം. പൂർണ്ണമായിട്ടും സിനിമയുടെ എല്ലാം ഓരോ സിനിമയും, മലയാള സിനിമയെന്നല്ല, എവിടെയൊക്കെ സിനിമയുണ്ടോ ആ സിനിമയുടെ മുഴുവൻ ചലനങ്ങളും വീക്ഷിച്ചുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എങ്കിൽ ഈ വരുന്ന എല്ലാവരും കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കണം, ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പ്രൊഡക്ഷൻ ടീമിനെ. ഇതൊരു വലിയ ഭാരിച്ച ജോലിയല്ലേ? തീർച്ചയായിട്ടും ആ ഒരു ഭാരിച്ച ജോലി ഏറ്റെടുക്കുക എന്ന് പറയുന്നതായിരുന്നു എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ത്രില്ലെന്ന് പറയുന്നത്. കാരണം ഇന്ന് തെങ്ങ് കയറുന്നുണ്ട് സ്ത്രീകൾ, ഇന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അത് മാത്രമല്ല ശ്മശാനത്തിൽ കുഴികൾ എടുക്കുന്നു. വ്യത്യസ്തമായ മേഖലകളെല്ലാം സ്ത്രീകൾ കൈയടക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് എന്നെപ്പോലത്തെ ഒരാൾക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്നുള്ള ഒരു വെല്ലുവിളി. ചെറിയ പ്രായത്തിൽ എൻ്റെ നാട്ടിൽ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു യുവതി ഒരു സൈക്കിൾ ചവിട്ടി പോകുന്നത് കാണുന്നത് തന്നെ അപൂർവമായിരുന്നു. ഒരു സൈക്കിൾ ഒരാളെ ചവിട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയിരുന്ന ഒരു ചെറുപ്പകാലം ആയിരുന്നു എൻ്റെയൊക്കെ ഒരു ഗ്രാമത്തിൽ നിന്ന്. ഇന്ന് നമ്മളിവിടെ വരുമ്പോൾ സ്ത്രീകൾ ഓടിക്കാത്ത വാഹനങ്ങളില്ല, എല്ലാ മേഖലയും ഒരു കൈയടക്കി. പക്ഷേ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഇതുവരെ നാളിതുവരെ മലയാള സിനിമയിൽ അങ്ങനെ ഒരാളെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി എൻ്റെ എന്താ ഓർമ്മശക്തി, എൻ്റെ ഓർമ്മ ശരിയാണോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരാളെ ഉള്ളൂ നിലവിൽ. അതെ, അത് ഞാൻ മാത്രമാണ്. അതിന് അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ പടത്തിൻ്റെ പേര് സ്വപ്നസുന്ദരി എന്നാണ്. പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്ത പടത്തിൻ്റെ പേര് സ്വപ്നസുന്ദരി എന്നാണ്. അത് KJ ഫിലിപ്സ് സാർ, ഒരു സ്കൂളിലെ മാത്സ് അധ്യാപകനെ കൊണ്ടാണ് ഞാനത് ഡയറക്റ്റ് ചെയ്യിച്ചത്. ആരായിരുന്നു എൻ്റെ നായിക? അതിൻ്റെ നായിക എന്ന് പറയുന്നത് 4 നായികമാരാണ്. അങ്ങനെ നമ്മുടെ വിവാദമായൊരു നായികയുണ്ട്, ഷിനു ശ്യാമളൻ. ഫോട്ടോഷൂട്ടുകളിലൂടെ പക്ഷെ വൈറലായിക്കൊണ്ട് ഡോക്ടറാണ്. ഡോക്ടറായ ഷിനു ശ്യാമളനുണ്ട്. ദിവ്യ തോമസ് എന്ന് പറയുന്ന കോട്ടയത്തുള്ളൊരു കുട്ടിയുണ്ട്. അതേപോലെ ശാലു ഉണ്ട്. അങ്ങനെ ഒരു 3, 4, 5 കുട്ടികൾ ഇതിനകത്ത് പിന്നെ നമ്മുടെ നായകന്മാരായിട്ടാണ്. അതേപോലെ തന്നെ സാജിദ് സലാമുണ്ട് ഒരാൾ നമ്മുടെ ജിൻഡോ, ഇപ്പോൾ ബിഗ് ബോസിൽ വന്ന ജിൻഡോ തോമസ് ഉണ്ട്. അങ്ങനെ 3, 4 GK പിള്ളയുടെ കൊച്ചുമകൻ, അതാണ് ഏറ്റവും അടുത്ത് പറയേണ്ടത്. കാരണം അവരുടെ ഒരു തലമുറ എന്ന് പറയുന്നത് തന്നെ അഭിനയ മേഖലയിൽ പോകുന്നതാണ്. ആ തലമുറയിൽ നിന്ന് അഭിനയം വിട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. GK പിള്ള സാറിൻ്റെ കൊച്ചുമകൻ. അപ്പോൾ ആ മകനെയും നമ്മൾ ഇതിനകത്തൊരു നായകനായിട്ട് അഭിനയിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിനിമ നമ്മൾ തുടക്കമിടുമ്പോൾ, ഒരു സിനിമയ്ക്കൊരു തുടക്കമാകുമ്പോൾ ആദ്യം പ്രൊഡ്യൂസർ തയ്യാറായി വന്നു കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ചാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സിനിമയുടെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കഥ കേട്ട് കഥ ഓക്കെ ആയി. കഥയാണല്ലോ ഫസ്റ്റ് വേണ്ടത്, അല്ലാതെ വേറെ ആളും വന്നിട്ട് നമുക്ക് കാര്യമില്ല. നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു കഥയില്ലാണ്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേസ്റ്റാണ്. അപ്പോൾ നല്ല ഒരു കഥ ആദ്യം തന്നെ റോയിറ്റ് അങ്കമാലി എന്ന് പറയുന്ന ക്യാമറമാൻ നല്ലൊരു കഥ എനിക്ക് കൊണ്ടുതന്നു. ആ കഥ ഞങ്ങൾ വായിച്ച് സെറ്റായതിന് ശേഷമാണ് ഫിലിപ്പ് സാറിനെ കഥയിലേക്ക് ഇൻക്ലൂഡിങ് ആക്കുന്നത്. അപ്പോൾ ഫിലിപ്പ് സാറ് വന്നു. അപ്പോൾ ഒരു കഥ കിട്ടി, ക്യാമറമാനായിട്ട് റോയിറ്റ് അങ്കമാലിയെ വെച്ചു. അതിനുശേഷം ഇത് നമ്മൾ ഇരുന്നിട്ട് എഴുതാൻ തുടങ്ങി. ഒന്ന് റീറൈറ്റ് ചെയ്ത്, ഒന്ന് പാച്ചോർക്കൊക്കെ ചെയ്ത് തിരക്കഥയാക്കി നല്ല സെറ്റാക്കി. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇതിന് ആരെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രശസ്തി ആർജിച്ച, പേര് ഞാൻ പറയുന്നില്ല, നല്ലൊരു കൺട്രോളർ വെച്ചു. കൺട്രോളർ വെച്ച് കഴിഞ്ഞപ്പോൾ കൺട്രോളർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലെവി അടയ്ക്കണം. അത് ഫെഫ്കയ്ക്ക് ഒരു നിയമമാണ് ലെവി അടയ്ക്കുക എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ലെവി അടച്ചില്ല എങ്കിൽ ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഫെഫ്കയ്ക്ക് ലെവി അടയ്ക്കണം. അപ്പോൾ ലെവി 5000 രൂപ ലെവി അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ 5000 രൂപ ലെവി അടച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തോളൂ, എൻ്റെ പേര് വെച്ച് നിങ്ങൾ വർക്ക് ചെയ്തോളൂ എന്നുള്ളതാണ് ആ കൺട്രോളർ പറഞ്ഞത്. മെയിനായിട്ട് സ്ഥിരമായി വർക്ക് ചെയ്യുന്ന ഒരു കൺട്രോളറെ വെച്ചിട്ട് അയാളുടെ പേര് വെച്ചിട്ട് അയാൾക്ക് നമ്മൾ 5000 രൂപയും കൊടുത്തിട്ട് അതിനുശേഷം അയാളില്ലാതെ നമുക്ക് ചെയ്തോളാൻ പറഞ്ഞു.
അങ്ങനെ ഒരു ഉടായ്പൊക്കെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ വന്നതിൽ നമ്മൾ ഒരു ചെറിയൊരു വാക്കുതർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. അതിൽ നിന്ന് ആ കൺട്രോളറെ പാടെ എടുത്തു മാറ്റി. അങ്ങനെയാണ് ഞങ്ങൾ അതിനെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ കൂട്ടത്തിലിരുന്ന ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ട് മാഡത്തിന് ഇത് ചെയ്തുകൂടായിരുന്നു? ചെയ്തുകൂടാ, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനാണ് പുറകോട്ട് മാറുന്നത്? അപ്പോൾ ആ ഒരു പറഞ്ഞ വാക്കാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ്. 100%. കൂട്ടായ്മ ഇല്ല എങ്കിൽ നമുക്ക് ഈ ഞണ്ടിൻ്റെ സ്വഭാവമാണ്, വലിച്ചു താഴെയിടും. അങ്ങോട്ട് ഒരു പാര വെക്കുന്ന രീതിയൊക്കെ സിനിമയില്ല. ഏറ്റവും കൂടുതൽ പാരയുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രിയാണ്. ഒരാൾ നന്നായി പോകുന്ന അടുത്തയാൾ കണ്ടുകൂടാം. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, തുറന്ന് ചോദിക്കാമല്ലോ. തീർച്ചയായിട്ടും ആണല്ലോ. ഇപ്പോൾ ചില സിനിമയുടെയൊക്കെ സെറ്റുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഈ സംവിധായകൻ എന്ന് പറയപ്പെടുന്ന ഇതിൻ്റെ കപ്പിത്താന് പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ ബന്ധം എന്ന് പറയുന്നത് ഈ പിന്നെ സംവിധായകന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്ന ജോലിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർക്ക് എന്നുള്ളൊരു ആരോപണമുണ്ട്. എന്താണ് ശരിക്കും ഒരു സ്ത്രീ എന്നുള്ള അതേക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. കാരണം എൻ്റെ ലൊക്കേഷനിൽ ഒരു കുട്ടിയെയും ആർക്കും ഒന്നിനും ആരും സംവിധായകനും ചോദിച്ചിട്ടില്ല, പ്രൊഡ്യൂസറും ചോദിച്ചിട്ടില്ല, ഈ കൺട്രോളറായ ഞാനും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ശരിയാവും? ചോദ്യത്തിന് എന്ത് പ്രസക്തി? കാരണം ഇങ്ങനെയുള്ള ഒന്നുമില്ല. കാരണം അവനവൻ്റെ രക്ഷിതാക്കളെ കൂട്ടി ലൊക്കേഷനിൽ വരിക, അതിനെക്കുറിച്ച് പറയുമ്പോൾ കാരണം ലൊക്കേഷനിൽ വരിക, അഭിനയിക്കുക, പൊക്കോളും. വനിതയാണെന്ന് അറിയാതെ ആരെങ്കിലും ഒരു തെറ്റിദ്ധാരണയിലേക്ക് വരും? ഇല്ല. കാരണം നല്ല നോക്കിയും കണ്ടു നമുക്ക് നിന്ന് കഴിഞ്ഞാൽ മനസ്സിലായത്, പ്രത്യേകിച്ച് ഷാൻസി സലാം ഉള്ള സെറ്റുകളിൽ ഒരു ഇല അനങ്ങണമെന്നുണ്ടെങ്കിൽ ഷാൻസി സലാം വിചാരിക്കണം. തീർച്ചയായിട്ടും രണ്ടിടിയൊക്കെ കൊടുക്കേണ്ടവരെ കൊടുക്കൂലേ? അല്ല, നമ്മളുടെ മുകളിൽ ആരും ആ ലൊക്കേഷനില്ല. ഡയറക്ടറും ഞാനും പ്രൊഡ്യൂസറും അല്ലാണ്ട് വേറെ ആരും ആ ലൊക്കേഷൻ്റെ മുകളിലില്ല. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാശ് കൊടുത്ത് വിളിക്കുന്ന ഒരാളാണ്. അവർക്കെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു, അതനുസരിച്ച് അവർ മാക്സിമം അവരുടെ കഴിവ് നമുക്ക് തരിക എന്നുള്ളത്. അവരിൽ നിന്ന് നമ്മൾ എന്തെടുക്കുന്നോ, നമ്മൾ തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുന്ന പോലെ അവരിൽ നിന്ന് നമുക്ക് കിട്ടാൻ എന്ത് ഉദ്ദേശിക്കുന്നുണ്ടോ അത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത്. കഴിവിനെ പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മുടെ സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 1ഉം 2ഉം വലിയ 10ഉം 100ഉം പടത്തിൽ അഭിനയിച്ചിട്ടും നല്ലൊരു ക്യാരക്ടർ കിട്ടാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളായ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവർ ഒരു ജൂനിയർ എന്ന് പറയുന്നത് അവർ അഭിനയിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവരൊരിക്കലും സീനിയർ ആക്കാൻ ആരും സമ്മതിക്കുന്നില്ല. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് എന്നൊരു വേർതിരിവ് സിനിമയ്ക്ക് വേണോ? അതിൻ്റെ ആവശ്യം ഇല്ല, പക്ഷെ ഉണ്ട്. അതുണ്ട്. ഇന്ന് വർഷങ്ങളായിട്ട് നടക്കുന്നു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഓഫ് ഫിലിം എംപ്ലോയീസ് യൂണിയൻ, ആർട്ടിസ്റ്റ് യൂണിയൻ, അങ്ങനെ കുറേ യൂണിയൻ ഉണ്ട്. ശരിക്കും അങ്ങനെ വേർതിരിച്ച് നിർത്തേണ്ടവരാണോ? അല്ല. കാരണം അവർ ഈ പ്രധാനപ്പെട്ട നായകൻ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ അഭിനയിക്കുന്ന സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഇവർക്ക് നേരെ ഭക്ഷണം കൊടുക്കാറില്ല. 100% വളരെ സങ്കടകരമാണത്. ഇവർക്ക് വെള്ളം കൊടുക്കാറില്ല. ചിലപ്പം പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾക്ക് നാരങ്ങാവെള്ളം വെള്ളം കൊടുക്കുമ്പോൾ ഇവർക്ക് പച്ചവെള്ളം പോലും കിട്ടാറില്ല എന്നൊക്കെ പരാതികൾ വരും. പച്ചവെള്ളം പോലും കിട്ടാറില്ല എന്ന് പരാതിയല്ല, പക്ഷേ അതങ്ങനെ ഒരു നഗ്ന സത്യം തന്നെയാണ്. കാരണം ഇപ്പോൾ പല യൂണിയനിലും ഉള്ള സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പല യൂണിയനിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരു രാജേഷ് ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കാവ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തും ഒക്കെ ഉള്ള ആളുകൾ രംഗത്തിറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് 1500 രൂപ പ്രൊഡ്യൂസറിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത് 500 രൂപ 400 രൂപയാണ്. കോർഡിനേറ്റർമാർ ഭയങ്കരമായിട്ട് ഇവരെ മിസ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 6 മാസത്തിന് മുമ്പാണ് എനിക്കൊരു ഫോൺ കോൾ വന്നു ഇടുക്കിയിൽ നിന്ന്. ഇടുക്കിയിൽ ഒരു റിസോർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു സിനിമയുടെ ഷൂട്ട് അവിടെ നടക്കുമായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഏകദേശം 25ഓളം പേര് വന്നു. ഇവർക്ക് ഒരാഴ്ചയായിട്ട് പൈസ കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും മുങ്ങി. ഞങ്ങൾ എന്ത് വേണം, പോലീസിനെ വിളിച്ചിട്ട് പോലീസ് സഹായിക്കുന്നില്ല, വാർത്ത ചെയ്യണമെന്നും പറഞ്ഞ് ഭയങ്കര വിവാദം പ്രശ്നമായി. ഒരുപാട് മീഡിയാസിലൊക്കെ അത് വന്നിരുന്നു. അപ്പം നമ്മൾ അവിടുത്തെ പോലീസിനെ തന്നെയാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ പോലീസ് പറയുന്നത് ഇവർക്ക് വേണ്ടി കൃത്യമായിട്ട് സംസാരിക്കാൻ ഒരാളില്ല. ഇപ്പോൾ പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ പല സംഘടനകളും പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനീ പറഞ്ഞ കാവ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ രാജേഷ് ട്രിവാൻഡ്രാണ്. അപ്പോൾ രാജേഷ് എനിക്കറിയാം. അപ്പോൾ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് രാജേഷ് രംഗത്ത് വരുന്നുണ്ട്. രാജേഷ് കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ഈ കാവയുടെ
പല യൂണിറ്റുകൾ പല ജില്ലകളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഈ കൊച്ചി കേന്ദ്രീകരിച്ച് ആളുടെ പേര് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ്. അദ്ദേഹത്തിനെതിരെ പോലീസ് കേസൊക്കെ എടുത്തു. കേരള യാത്രയൊക്കെ നടത്തി. സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ സംഘടന സംസ്ഥാന പ്രസിഡന്റ് എന്നും പറഞ്ഞ ഒരാള് ആളുകളെ സംഘടിപ്പിച്ച് പിരിവ് നടത്തിയിട്ട് പിന്നെ ഒരു ഹനുമാൻ സേനയുടെ പേരൊക്കെ പറഞ്ഞിട്ട് പിരിവ് നടത്തി. കൊച്ചിയിൽ എവിടെയുള്ള ഒരാളല്ലേ? അയാൾക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. അതൊരു അങ്ങനെയുള്ള തട്ടിപ്പുകാരും വരുന്നുണ്ട്. അത് 100% ശരിയാണ്. നമ്മുടെ നോർത്തിലാണ് അതിന്റെ ഓഫീസ് ആദ്യം ഉണ്ടായിരുന്നത്. ഫ്ലക്സ് ഒക്കെ വെച്ച് അയാൾ കൈയും കൂപ്പി നിൽക്കുന്ന ഒരു തമിഴ് സിനിമ നടൻ നിൽക്കുന്ന പോലെ നിൽക്കുന്ന കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഇയാൾ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യിച്ചിട്ട് ഒരു കേരള യാത്രയെന്നും പറഞ്ഞ് നടത്തി ഒരുപാട് ആളുകളിൽ നിന്ന് പൈസ മേടിച്ച് തട്ടിപ്പ് നടത്തിയ ഒരാളെ കുറിച്ച് വന്നിരുന്നു. അതിനകത്ത് നമ്മുടെ ജയൻ്റെ എന്തോ ഒരു റിലേറ്റീവ് ആണെന്നോ എന്തൊക്കെ പറഞ്ഞിട്ടൊരു ജയ ചേച്ചി ഒക്കെ ഉണ്ടായിരുന്നു. അതെനിക്കറിയാം. ജയ ചേച്ചി എന്നാണ്. ഒരുപാട് പേരെ. അപ്പോൾ അവരൊക്കെ വളരെയധികം ജയിലിൽ പോയി. ഇവരൊക്കെ വളരെയധികം കഷ്ടത അനുഭവിച്ചിട്ടാണ് ഈ ഒരു പദയാത്ര ചെയ്തത്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ വായിച്ചതാണ്. അപ്പോൾ ജയ ചേച്ചിയൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടു. ജയ ചേച്ചി നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്കെതിരെ എന്തെങ്കിലും നടപടിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ തിരിച്ചറിയാൻ സാധാരണക്കാരായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെയും പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ കോർഡിനേറ്റർ അല്ല, ഈ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിൻ്റെ യൂണിയൻ വന്നിട്ടുണ്ട്. ഈ യൂണിയൻ വന്നിട്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരിപ്പോൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ജില്ലയിലും ഒരു പ്രസിഡൻറ്റും സെക്രട്ടറിയും എല്ലാം ഉണ്ട്. അവർക്കൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഞങ്ങൾ 10 പേര് വർക്കിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ഗ്രൂപ്പിന് മെസ്സേജ് ഇടുക. അപ്പോൾ അവരുടെ ജില്ലാ ഭാരവാഹികൾ ആരാണോ ആ ജില്ലകളിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടൈം ഉണ്ടെങ്കിൽ അവിടെ വരെ ചെന്ന് ഇത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അവർക്കിപ്പോൾ 1500 രൂപ കിട്ടുന്നുണ്ട്. 50 രൂപ ഈ സംഘടനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലും ബാക്കി പൈസ അവരുടെ കൈ കിട്ടൂലേ? അപ്പോൾ അവർ പ്രൊഡ്യൂസർ അസോസിയേഷനിലും ഡയറക്ടർ യൂണിയനിലും എല്ലാത്തിലും ഇവർ കൊണ്ടുവന്ന് അവരുടെ ലെറ്റർ ഹെഡ് കൊണ്ടുവന്ന് ഇത് കാര്യങ്ങൾ കൊടുക്കട്ടെ. ഇങ്ങനൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ വർക്കിന് ആൾ വേണമെങ്കിൽ ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് അവർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഘടനയിലെ ആളുകളെയാണ് ഈ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളായിട്ട് വിളിക്കാവുള്ളൂ എന്നുള്ള ഒരു നിയമം വരണം. കാരണം കോർഡിനേറ്റർമാർ ഇത്രയും പൈസകൾ ചൂഷണം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർ മിണ്ടാണ്ടിരിക്കുന്നു? ഈ പാവങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാൻ സ്ഥലമില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ സ്ഥലമില്ല, ഭക്ഷണം കഴിക്കുന്നത് ബാത്റൂമിൽ യൂറിൻ പാസ് ചെയ്യാൻ സ്ഥലമില്ല. ഇതൊക്കെ പോട്ടെ, നമ്മുടെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ AC വണ്ടിക്കകത്ത് അല്ലെങ്കിൽ ക്യാരവനിൽ ഇരുന്ന് പോകുന്നു. ഈ വന്നിരിക്കുന്ന ആളുകളും മനുഷ്യരല്ലേ? അവരുടെ കൈ മുറിഞ്ഞാലും ചോര, ഇവരുടെ കൈ മുറിഞ്ഞാലും ചോര. ഈ ചോരയുടെ കളർ എന്താ? ചുവന്ന കളർ അല്ലേ? അപ്പോൾ അങ്ങനെ പറയേ. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവരെ നമ്മൾ ശരിക്കും സിനിമയുടെ മേഖല മനുഷ്യത്വമില്ലാത്തൊരു മേഖലയായിട്ട് മാറുന്നുണ്ടല്ലേ? അത് ചില സ്ഥലങ്ങളിൽ മാത്രം അത് മനുഷ്യത്വമില്ലാത്ത ഒരു മേഖലയായിട്ട് മാറുന്നുണ്ട്. അത് എല്ലാ സെറ്റിലുമില്ല. നമുക്കതിനെ അടച്ച് അവരെ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അതിനകത്ത് കണ്ടമാനം ഉള്ളതാണ്. നല്ലത് തന്നെ പറയണം, ചീത്ത തന്നെ പറയണം. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളെ ക്യാൻവാസ് ചെയ്ത് ഡയറക്ടർ കൊണ്ടുവന്ന് മേഖലയിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് പണം ചിലവാക്കിച്ച് ഒരു ഡയറക്ടറെയൊക്കെ കൊണ്ടുവന്ന് ഒരു കഥയൊക്കെ കൊടുത്തിട്ട് ഈ പാവം പിടിച്ചാൽ ചിലപ്പോൾ ഗൾഫിൽ കിടന്ന് ഈ ഒട്ടകത്തിൻ്റെ പാലൊക്കെ കറന്ന് പൈസ ഉണ്ടാക്കിയതായിരിക്കും. കഷ്ടപ്പെട്ട് വെയിലൊക്കെ കൊണ്ട് അവിടുന്ന് മണൽ കയറ്റി അയച്ച് കാശുണ്ടാക്കാമെന്ന് പറഞ്ഞൊക്കെ ഉള്ള രീതിയിൽ നിന്ന് കഷ്ടപ്പെട്ട് വരുന്ന ഒരാൾ ഇവിടെ സിനിമയെന്ന് പറഞ്ഞൊരു വലിയ മായാലോകത്തിലേക്ക് വന്നു വീണ് പിച്ചക്കാരനായി പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഒരു ശശിസാറ് ഉണ്ട്. ശശിസാർ ഇപ്പോൾ ഒരു കുറേ വീടും കുറേ സ്വർണവും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് സിനിമയിൽ വലിയൊരു ഡയറക്ടറെ കൂടെ വലിയൊരു പടം എടുത്ത ഒരാളാണ് ശശി എന്ന് പറയുന്ന ഒരാൾ. ഞാൻ പേര് വ്യക്തമായിട്ട് പറയുന്നില്ല, കാരണം അത് മറ്റു വലിയൊരു ഡയറക്ടേഴ്സിനൊക്കെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള അല്ല, പ്രൊഡ്യൂസർ പേരാണ് ശശിന്ന്. അപ്പോൾ ശശിയേട്ടൻ എന്നെ കാണാൻ ഒരു ദിവസം വന്നിരുന്നു. എനിക്കൊരു പടം ചെയ്യണം, എൻ്റെ കയ്യിൽ ഒറ്റ രൂപയില്ല. എനിക്കൊരു പടം ചെയ്യണം, എൻ്റെ കയ്യിൽ ഒറ്റ രൂപയില്ല. കാരണം അയാൾക്ക് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു. വലിയൊരു ഡയറക്ടറായിട്ട് ഇയാൾ ടൈപ്പായിട്ട് അയാളുടെ പൈസ മൊത്തം ഈ ഡയറക്ടർ എടുത്തിട്ട് ഇയാളുടെ പേരിൽ മിസ്യൂസ് ചെയ്തിട്ട് പടം ചെയ്തു എന്നാണ് അയാൾ പറഞ്ഞത്. ഒരുപാട് ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരുമായിട്ട് ഇപ്പോഴും നിലവിൽ കേസ് കിടപ്പുണ്ടല്ലോ. ഉണ്ട് അല്ലേ? ഉണ്ട്. അത്തരത്തിൽ ഈ ചങ്ങനാശ്ശേരിക്ക് അടുത്തൊരു പ്രൊഡ്യൂസർ തൻ്റെ സഹപാഠിയായ ഒരാൾ സിനിമ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വരുന്നു. അയാൾ ഗൾഫിലെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം സിനിമ എന്നുള്ളൊരു വലിയ ഇത് കേട്ടപ്പോൾ തൻ്റെ സ്വത്തും അവിടുത്തെ ഗൾഫിലുണ്ടായിരുന്ന പൈസയെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു വലിയൊരു സിനിമയൊക്കെ ചെയ്തു. സിനിമ ഷൂട്ട് ചെയ്ത് വെച്ചാൽ ഇത് പെട്ടിയിലിരിക്കുന്നതല്ലാതെ ഇത് പുറത്തിറങ്ങുന്നില്ല. ഈ പാവപ്പെട്ട പ്രൊഡ്യൂസർ ഇതിനകത്തൊരു രാഷ്ട്രീയക്കാരുടെ വേഷവും കൊണ്ടുവന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ടും പടം പുറത്തിറങ്ങുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു വർഷം പെട്ടിയിലിരുന്ന ശേഷം
ഏകദേശം 3.5 കോടി രൂപയോളം ചിലവാക്കിയ സിനിമ ആകെ അയാൾക്ക് തിരിച്ചു കിട്ടിയത് 1 ലക്ഷം രൂപയാണ്. ആകെ 10 തിയേറ്ററിൽ അങ്ങോട്ട് റിലീസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിർത്തി കളയും ചെയ്തു. ആ മനുഷ്യൻ എന്നെ ഒരിക്കൽ വിളിച്ചിരുന്നു. ഞാനിതിൽ പേര് വെളിപ്പെടുത്താതെ എന്നോട് പേര് പറയേണ്ടത് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഈ ഡയറക്ടർ തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസർ ഇതെല്ലാം നഷ്ടപ്പെട്ട് ഭ്രാന്തനെ പോലെ വല്ലാത്തൊരവസ്ഥ. വീട്ടിൽ കയറാൻ പറ്റത്തില്ല, നാട്ടിൽ കയറാൻ പറ്റത്തില്ല, കുടുംബത്തിൽ കയറാൻ പറ്റത്തില്ല, സുഹൃത്തുക്കളുടെ മുന്നിൽ എളിപ്പനായും. ആകെ ആള് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി കുറച്ച് നടന്മാരുടെ കൂടെ എടുത്ത് ഫോട്ടോ മാത്രമുണ്ട്. പൊട്ടി 8 നിലയിൽ പൊട്ടി പിച്ചക്കാരനായ ഒരു അവസ്ഥയിലേക്ക്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവര് ഗൾഫിൽ ഇതോടെ കേൾക്കണം. അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടിരുന്ന ആള് 2 നിലയ്ക്ക് വീടും വെച്ച് ഒരു ഫോർഡ് എസ്കോർട്ട് വലിയൊരു കമ്പനിയുടെ ഒരു കാറ് വാങ്ങിച്ചു, മകളെ കെട്ടിച്ചു, വീടിന്റെ തൊട്ട് മുമ്പ് ഒരു ടാറിട്ട് റോഡ് ഉണ്ടാക്കി. ഈ പ്രൊഡ്യൂസറുടെ പൈസയ്ക്കാ. പക്ഷെ പ്രൊഡ്യൂസർ അപ്പോൾ നമുക്ക് ടാറിട്ട റോഡാണ് റോഡിൻ എന്ന് പറയുന്നത് നല്ലൊരു പാട്ട് കലാമണിച്ചേട്ടൻ പാടാനുള്ളത് നല്ലൊരു മൂഡാണ് വന്നത്. പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തും പോയി, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളറും ഡയറക്ടറും ഒക്കെ. പക്ഷെ വേറെ കാര്യം ഞാൻ പറയാം, ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു മാസ്മരിക ലോകമാണ്. അപ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്ന ആളുകൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്, നമ്മൾ ഗൾഫിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു നടൻ്റെ കൂടെ, ഒരു ലാലേട്ടൻ്റെ കൂടെയോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കൂടെയോ അതേപോലെ ആരെങ്കിലും വലിയൊരു നടൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, അവരായിട്ട് കൂടെ നിൽക്കാം, നമുക്ക് കുറച്ച് മിങ്കിൾ ചെയ്യാം എന്നുള്ള കാരണം ഒരു സിനിമയ്ക്ക് പണം മുടക്കി ഇവരുമായിട്ടെല്ലാം ഭയങ്കര ബന്ധം ഉണ്ടാക്കുന്നുള്ള ഒരു തെറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ അവരവരുടെ ജോലി കഴിയുന്ന പോകുന്നല്ലോ. അവരവരെ ജോലി കഴിയുന്നു, അവരൊരിക്കലും ബന്ധം വെച്ചുകൊണ്ടിരിക്കുന്നില്ല. കാരണം അവർക്ക് ഈ ഒരു പ്രൊഡ്യൂസറെ കൊണ്ടല്ല ജീവിക്കേണ്ടത്. കാരണം അവരുടെ ഒരു ജോലിയാണിത്, അവരൊരു പാർട്ടാണ് ജീവിതത്തിന്റെ. വന്നിട്ട് ഞാൻ ഇന്ന പടം പ്രൊഡ്യൂസ് ചെയ്തെന്ന് അഹങ്കാരത്തോടെ പറയാൻ തീരുമാനിച്ച് വന്നിട്ട് 8 നിലയെ പൊട്ടി കുത്തുവള എടുത്തു പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്കൊരു വലിയൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് എന്തിന് ഇറക്കുന്നു, അതുകൊണ്ട് എന്താണ് ലാഭം? ഈ നിൽക്കുന്ന കൺട്രോളറോ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്നത് പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് അവസാനം ഇത് തിയേറ്ററിൽ ഓടി കഴിയുന്നത് വരെയും ഇവരുടെ കൂടെ നിൽക്കേണ്ട ഒരാളാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് ഡയറക്ടർക്കോ അസോസിയേറ്റിനോ ഒന്നും പോകാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അതിനുള്ള ശമ്പളം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു എമൗണ്ട് പറഞ്ഞ് കൊടുക്കുന്നത്, അല്ലേ? നമ്മൾ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ദിവസം, കാരണം എഡിറ്റിങ് അങ്ങനെ ഡബ്ബിങ് ഇതിനെല്ലാം ഡയറക്ടർ വേണം. മറ്റു ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് വന്ന് അഭിനയിച്ചു അവർക്കങ്ങ് പോകാം, പിന്നെ വന്ന് ഡബ് ചെയ്ത് പോയാൽ മതി. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഇതെല്ലാം ചെയ്ത് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇത് കാണാൻ പോയി ഇതിന് എന്തുമാത്രം കളക്ഷൻസ് വന്നു, ആ പ്രൊഡ്യൂസർക്ക് ലാഭമാണോ എന്നുള്ളതെല്ലാം ഇവർ കളക്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് അവർക്ക് അടുത്തൊരു പടം അവർ തേടി വരുമ്പോൾ അവർക്ക് അവരുടെ ഫേസ്ബുക്കിൽ മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇത്ര തിയേറ്ററിൽ എൻ്റെ പടം ഓടി എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു പ്രൊഡ്യൂസറെ കൊണ്ടുവന്നു, അയാളെ പറ്റിച്ചു, അയാളുടെ കാശ് മുഴുവൻ നമ്മൾ മേടിച്ചെടുത്തു, അയാളെ കുത്തുപാള എടുപ്പിച്ചു വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ശാപം, തീരാത്ത കണ്ണുനീര്, അയാളുടെ ഭാര്യയുടെ കണ്ണുനീര്, അയാളുടെ മക്കളുടെ കണ്ണുനീര്. അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ മൊത്തം ഇവരെ ശപിക്കും. ആ ശാപം എന്ന് പറയുന്നത്, ഇയാളുടെ കണ്ണീരെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടില്ല. കാരണം ഇപ്പോൾ ഒരു കൺട്രോളർ റോഡ് പണിത് വീട് പണിത് എന്ന് പറഞ്ഞല്ലോ, അതൊരു അല്പസുഖം മാത്രമാണ്. ഇവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ മഹാമാരി പോലെ മാരകമായ അസുഖം പോലെ ക്യാൻസറോ ഒരു കിഡ്നി പ്രശ്നങ്ങളോ ലിവറോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കിട്ടിയ പൈസ എല്ലാം തീരും. ഇവിടെ വേറൊരു പ്രൊഡക്ഷൻ കൺട്രോളറെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സിനിമയിലുള്ള ഒരു വലിയ പ്രൊഡ്യൂസറെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആള്, അദ്ദേഹം പ്രൊഡക്ഷൻ മാനേജറായിട്ടിരിക്കുമ്പോൾ അവിടെ ഡ്രൈവറായിട്ട് വന്ന ഒരാളെ സഹായിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രമുഖ നടൻ്റെ എല്ലാ സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ തലത്തിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് പലരെയും പരിചയപ്പെട്ടിട്ട് സ്ത്രീകളുടെ നമ്പർ കളക്ട് ചെയ്യുക, രാത്രികളിൽ വിളിച്ചിട്ട് നിങ്ങൾ നല്ല സുന്ദരിയാണ്, നിങ്ങൾക്ക് മഞ്ജു വാര്യരെ പോലെ അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട് ഇവിടെ. അപ്പോൾ വിളിച്ച് ഇവരെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് ഒരു തരത്തിൽ സ്വസ്ഥം കൊടുക്കാൻ മിക്ക ആളുകളുടെയും ഭർത്താക്കന്മാർ പിടിച്ച് ഇടി കൊടുക്കുന്നു കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ളതുണ്ട് എങ്കിൽ അവരെ വാർത്ത ചെയ്യുക മാത്രമല്ല അവരെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ടും അവരാര് വിളിച്ചാലും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്ത്രീപക്ഷ സിനിമയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പറഞ്ഞു വന്നതിൻ്റെ ഒരു ഇതാണ്, പ്രൊഡക്ഷൻ കൺട്രോളർമാർ മൊത്തം ഉടായിപ്പാണെന്ന്. അല്ല ഒരിക്കലും അങ്ങനെ ആക്ഷേപിക്കരുത്, അതൊരു ആക്ഷേപമാണ്, അങ്ങനെ പറയരുത്. കാരണം അറിയാം, ഞാൻ പറഞ്ഞേക്ക് സാറേ, ഞാനൊരു കാര്യം പറഞ്ഞേക്ക്, ഒരാൾക്ക് മാനസിക തട്ടിപ്പുകാരുണ്ട്, ഒരുപാട് നടന്മാരെ പറ്റിക്കുന്നവരുണ്ട്. അതായത് ഈ നടന്റെ ഡേറ്റ് എനിക്ക് മാത്രമേ ഉള്ളൂ,
അതുകൊണ്ട് ഞാനാണത് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ നടൻ്റെ പേരിൽ നടൻ അറിയാതെ പൈസ എക്സ്ട്രാ പറഞ്ഞ് മേടിച്ച് പൈസ. അല്ല, അങ്ങനെയുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇല്ലായികയില്ല. പക്ഷെ അത് അവരുടെ ഒരു കാറ്റഗറി. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന ആളുകളൊന്നും അങ്ങനെയുള്ള ആളുകളല്ല, നല്ല ആളുകളാണ്. നല്ലൊരു സുഹൃത്ത് വലയമാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഈ അക്കരപ്പച്ച എന്ന് പറഞ്ഞ് പോകുന്ന ആളുകൾക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു നടനെ നമ്മൾ വിളിക്കണമോ ആ നടൻ്റെ നമ്പർ അതിൻ്റെ പ്രൊഡ്യൂസർ അസോസിയേഷനിലോ അല്ലെങ്കിൽ ഫെഫ്റ്റയിലോ അല്ലെങ്കിൽ അമ്മയിലോ പോയി കഴിഞ്ഞാൽ അമ്മയിൽ എല്ലാവരും നമ്പറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്കിത് ഇന്ന നടനെ വിളിക്കാനാണ്, ഇന്നതുപോലെയാണ്, എനിക്ക് ഇന്നതാണ് എൻ്റെ ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാൻ വിസമ്മതിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ജെന്യൂനായ രീതിയിലൂടെ പോയിട്ട് അവരെ കിട്ടൂല എന്ന് അന്വേഷിക്കുക. പിന്നെ ഇപ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്മാരുടെ മാനേജർമാരും എന്ന് പറഞ്ഞ് കുറേ പേര് വന്നിട്ട് സിനിമ തെറ്റിക്കുന്ന കുറേ പേരെ കുറിച്ച് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നടൻ നമ്മൾ 1 കോടി രൂപയാണ് പ്രതിഫലമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരാളുടെ പടം ചെയ്യാൻ 1 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ് എങ്കിൽ, ആ നടന് ഞാൻ പോയിട്ടൊരു 20 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കും. എനിക്ക് ഈ വർഷം എന്തായി ഡേറ്റ് ഇല്ല, അടുത്തതിൻ്റെ പിന്നത്തെ വർഷം ഡേറ്റ് ഉള്ളൂ, എൻ്റെ 20 ലക്ഷം രൂപ ബ്ലോക്കായോ. അടുത്തൊരാൾ പോയിട്ട് എന്ത് ചെയ്യും, അടുത്തൊരു 20 ലക്ഷം രൂപ കൊടുക്കും. അപ്പോൾ 40 ലക്ഷം രൂപയെ 28 ഡേറ്റ് ഉള്ളൂ. അങ്ങനെ ഒരു 10 പേരോട് നമ്മൾ പൈസ മേടിച്ച് കഴിഞ്ഞാൽ എന്തായി, അവർക്കൊരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പം നടന്മാരെല്ലാം പ്രൊഡക്ഷൻ തുടങ്ങി, അവരുടെ ബാനറിൽ അവർക്ക് സിനിമ ചെയ്യാം. അങ്ങനെ ഒരു സിസ്റ്റം കൂടി നമ്മൾ പല സ്ഥലത്തും ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടന്മാരെല്ലാവരും ഓരോരുത്തരും ഓരോ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് പ്രൊഡക്ഷൻ കമ്പനികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഇല്ലേ. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് എന്താവും, വർക്കുകളില്ലാണ്ടാവും. അപ്പോൾ ഇവരുടെ പടങ്ങൾ നടന്മാരുടെ ഡേറ്റ് കിട്ടാതെയാവും. അപ്പോൾ ഇവരുടെ പടങ്ങൾ മാത്രമാണ് അവരുടെ അണ്ടറിൽ വരുന്ന ബാനറിൽ വരുന്ന പടങ്ങൾ മാത്രമാണ് അവർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മളാണ് ഒരു നടനെ വലുതാക്കുന്നതും എല്ലാം അല്ലേ. ജനങ്ങൾ പ്രേക്ഷകരാണ് ഒരു നടനെ സൃഷ്ടിക്കുന്നത് അല്ലേ. എനിക്കിപ്പോൾ ഒരു കഴിവുണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു നടിയാവൂല. ഞാനൊരു കൊച്ചു വേഷം ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു അംഗീകാരം കിട്ടിയാൽ മാത്രമാണ് ജനങ്ങൾ ഏറ്റെടുക്കണം, ജനങ്ങളുടെ നെഞ്ചിലേക്ക് അത് കയറണം. എന്നാൽ മാത്രമാണ് ഒരു നടനോ ഒരു നടിയോ ആവുകയുള്ളൂ. ഈ സിനിമയുടെ പേരിൽ ഇറങ്ങി തിരിച്ചിട്ട് സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ കലൂർ സ്റ്റേഡിയത്തിന് ചുറ്റും രാവിലെ മുതൽ വൈകിട്ട് വരെ 100 പേരാണ് സിനിമ എന്ന് പറയുന്നത്. എന്നിട്ട് ജീവിതം മൊത്തം തകർന്നു എത്രയോ ആളുകളുണ്ട്. അത്തരത്തിൽ സിനിമയിലേക്ക് പുതുതായി വരുന്ന ആളുകളുണ്ട്. അവരോട് എന്താണ് ഒരു പുതിയ പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? അല്ല, അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ആദ്യമേ ഞാൻ പറഞ്ഞു ഒരു മാസ്മരിക ലോകമാണ്. മാസ്മരിക ലോകമാണോ വലിയൊരു ചെളിക്കുണ്ടാണോ? അത് രണ്ടും കൂടെ കൂട്ടി വായിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഒരു വന്ന് ചവിട്ടി കുഴിയിലേക്ക് താഴ്ന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? അത് അവരുടെ ബുദ്ധിമോശക്കുറവാണ്. കാരണം അവരുടെ വിചാരം, ഇപ്പം നമ്മൾ ആദ്യം ഒരു പ്രൊഡ്യൂസറെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ സിനിമയിലേക്ക് ചെന്നു ഒരാൾ ഒന്ന് കണ്ടു കഴിഞ്ഞ് ഒരു ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ ഒരു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു സിനിമാ നടിയായി അല്ലെങ്കിൽ സിനിമാ നടനായി എന്ന് വിചാരിച്ച് വ്യാമോഹിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അതല്ല, സിനിമ എന്ന് പറയുന്നത് ഒരു അഭിനയം, ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യണമെങ്കിൽ ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. അല്ലാണ്ട് ചുമ്മാ ഒരു പിച്ചക്കാരിയായിട്ട് അഭിനയിക്കുന്നു വെച്ചോ. ഞാനിപ്പോൾ ഒരു പിച്ചക്കാരിയായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ എന്നിൽ ആ ഒരു പിച്ചക്കാരിയുടേതായ ഒരു മാനറിസം ഞാൻ കണ്ടുപിടിക്കണം. അതിനുശേഷം ആ കോസ്റ്റ്യൂം ഞാൻ ഇട്ട് കഴിഞ്ഞ് ഞാൻ ആലോചിക്കണം, ഞാനിപ്പോൾ ഒരു പിച്ചക്കാരി ആയിട്ടുണ്ടോ, മേക്കപ്പ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നോക്കുമ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരു പിച്ചക്കാരുടെ ലുക്ക് വന്നിട്ട് തോന്നുമെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റാണ്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആർട്ടിസ്റ്റ് ആവുന്നത്. അല്ല, അങ്ങനെയല്ല, അങ്ങനെ വരുന്നത് ക്യാരക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയേ പറ്റുള്ളൂ. പണ്ടൊക്കെ 1 രൂപ ഒക്കെ ആയിരുന്നു, നമ്മൾ ഭിക്ഷക്കാർ വരുമ്പോൾ 1 രൂപ കൊടുക്കും, പിന്നെ ഇത് 2 രൂപയായി, പിന്നെ അത് 5 രൂപയായി, പിന്നെ ഇവരുടെ ടോൺ മാറി. ഇവർ ഒരു ചായക്കുള്ള പൈസ തരും, കാരണം ചായ 12 രൂപയായിരുന്നു. അതെ, ഇപ്പോൾ അങ്ങനല്ല. ചേട്ടാ ഒരു 50 റുപ്പീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. 50 രൂപ കുറഞ്ഞൊന്നും ആർക്കും വേണ്ട. പക്ഷെ അവർക്കിപ്പോൾ ഗൂഗിൾ പേ ഉണ്ടല്ലോ, അവർക്കിപ്പോൾ സ്കാനർ ഉണ്ടല്ലോ. നമ്മൾ ഇവിടുന്ന് വൈറ്റിലേന്ന് നമ്മൾ എടപ്പള്ളി വഴി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ചില്ലറയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവരുടനെ പോക്കറ്റിൽ നിന്ന് സാധനം എടുത്ത് കാണിക്കും, ദേ ഇതിനകത്ത് കിട്ടോളെ. അപ്പോൾ നമ്മളെക്കാളും വലിയ മുതലാളി ആരാ? എല്ലാ ബാങ്കുകളിലും ഈ ഈവനിങ് ബ്രാഞ്ചുകളിൽ, ബാങ്കുകളുടെ ഈവനിങ് ബ്രാഞ്ചുകളിൽ പോയി നോക്കണം.
വൈകുന്നേരങ്ങളിൽ ഓരോ അടുക്ക് പൈസയായിട്ട് ഒരു ക്യൂ നിൽക്കുക. അതെ, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അവരെ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റത്തില്ല. അതിനെ എന്തുകൊണ്ട് സർക്കാർ തടയുന്നില്ല? ഇത്രയും ഗതാഗതങ്ങൾ പോകുന്ന വഴിയായ ബ്ലോക്കുകളുള്ള ഒരു സമയത്ത് കൊച്ചുകുട്ടികളെ ഒക്കത്ത് വെച്ചിട്ടൊക്കെ ഇവർ കണ്ടമാനം ആളുകൾ വരുന്നുണ്ട്. അതിനകത്ത് പിടിച്ചുപറിക്കാരുണ്ട്. പല ദിവസങ്ങളിലും പിടിച്ചുപറിക്കാർ അവിടെ ഇവിടുന്ന് ഓടിച്ച് വയറ്റിൽ ഹബ്ബിൽ നിന്ന് ഓടിച്ച് അങ്ങനെയൊക്കെ പോകുന്ന സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും എന്തുകൊണ്ട് മറ്റുള്ളവർ അല്ലെങ്കിൽ പൊതുജനങ്ങൾ അല്ലെങ്കിൽ അത് അവിടെയുള്ള കൗൺസിലറോ അല്ലെങ്കിൽ MLA യോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ മേയർ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് ഇവരെ നമ്മൾ ഈ ഭിക്ഷാടനം നിർത്തുന്നില്ല? ഇവരുടെയൊക്കെ പൈസ കൊണ്ടൊക്കെ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് ഇപ്പോൾ പോകണ്ട, തൽക്കാലം നമുക്ക് സിനിമയിൽ തന്നെ നിൽക്കാം. എന്തായാലും പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഇപ്പോൾ സിനിമ വരാൻ പോവുകയാണ്. വർക്ക് കഴിഞ്ഞു, വരാൻ പോവുകയാണ്. അപ്പോൾ ഡിസംബറിന് മുമ്പായിട്ട് സ്വപ്നസുന്ദരി എന്ന് പറയുന്ന ഈ ഒരു ഫിലിം തിയേറ്ററിൽ എത്തും. ഇതിൻ്റെ പാട്ട് 1 മില്യൺ 2 മില്യൺ 3 മില്യൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് ഞങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഗുഡ് വില്ലാണ് പാട്ട് കൊടുത്തത്. അപ്പോൾ പാട്ടങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മലയാള സിനിമയിലെ ലേഡി പ്രൊഡക്ഷൻ കൺട്രോളറുടെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇത് നല്ലൊരു തുടക്കമാവട്ടെ, സിനിമ അടിപൊളിയാവട്ടെ, ഇനിയും കൂടുതൽ സിനിമകൾ ചെയ്ത് മലയാളത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.